കോഴിക്കോട് കൊയിലാണ്ടിയിൽ ആനയിടഞ്ഞ് അപകടമുണ്ടായ ക്ഷേത്രത്തിൽ മന്ത്രി എ.കെ. ശശീന്ദ്രൻ ഇന്ന് സന്ദർശനം നടത്തും. മരിച്ചവരുടെ വീടും മന്ത്രി സന്ദർശിക്കും. നാട്ടാന പരിപാലന ചട്ടം ലംഘിച്ചെന്നാണ് വനംവകുപ്പിന്റെ കണ്ടെത്തൽ. സംഭവത്തിൽ ക്ഷേത്രം ഭാരവാഹികൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. എം.എസ്. അനീഷ് കുമാർ വിവരങ്ങളുമായി. അനീഷ്, ഇന്നലത്തെ ദിവസം മുഴുവൻ നിറഞ്ഞു നിന്നത് ക്ഷേത്ര സമിതി അവരുടെ ഭാഗത്ത് ചട്ടലംഘനം ഉണ്ടായിട്ടില്ലെന്ന് പറയുന്നു. പ്രാഥമിക അന്വേഷണം നടത്തിയ വനംവകുപ്പ് സംഘം അങ്ങനെ വീഴ്ച ഉണ്ടായി എന്ന് പറയുന്നു. ആ രീതിയിലൊക്കെയാണ്. യഥാർത്ഥത്തിൽ ആരുടെ ഭാഗത്താണ് വീഴ്ച സംഭവിച്ചതെന്ന് അറിയേണ്ടതുണ്ട്. മന്ത്രിയുടെ സന്ദർശനം എപ്പോഴാണ്? എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ? ശ്രീജ, അക്കാര്യത്തിൽ വളരെ വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങേണ്ടി വരും. കാരണം ആദ്യഘട്ടത്തിൽ ഈ പടക്കം പൊട്ടിച്ചപ്പോൾ പ്രകോപിതനായ പീതാംബരൻ എന്ന ആന തൊട്ടുമുന്നിലുള്ള ഗോകുൽ എന്ന ആനയ്ക്ക് കുത്തുകയും അവർ പരസ്പരം പിന്നീട് കൊമ്പ് കോർക്കുകയും സമീപത്ത് തന്നെയുള്ള കെട്ടിടം തകർക്കുകയും ചെയ്തു. ആ കെട്ടിടത്തിന് സമീപം നിന്ന ആളുകൾ മരിക്കുകയായിരുന്നു, അവർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയായിരുന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വന്നത്. എന്നാൽ പിന്നീട് ക്ഷേത്രം ഭാരവാഹികൾ തന്നെ പറയുന്നു, അത്തരത്തിലൊരു പടക്കം പൊട്ടുന്നത് മൂലം ഒരു അപകടമുണ്ടാവേണ്ട സാഹചര്യമില്ല. കാരണം ഈ ആനകൾ പ്രദക്ഷിണത്തിനായി ഇറങ്ങുമ്പോൾ തന്നെ ഈ വെടിക്കെട്ടിന്റെ ഒരു അകമ്പടി, വെടിക്കെട്ടെന്ന രീതിയിലല്ല, മാലപ്പടക്കമൊക്കെ ഉപയോഗിച്ചുള്ള സാധാരണ രീതിയിലുള്ള ഒരു പടക്കം, കരിമരുന്ന് പ്രയോഗം മാത്രമാണ് ഉണ്ടായത്. ഒപ്പം ഈ സ്ഥലത്ത് നിന്നും ഏതാണ്ട് 100 മീറ്റർ അകലെയുള്ള ആ കുളത്തോട് ചേർന്ന ഇടത്താണ് ആ പടക്കം പൊട്ടിക്കുകയും ചെയ്ത് ഗുണ്ടോ കതിനയോ പോലുള്ള ഉയർന്ന പ്രഹരശേഷിയുള്ള പടക്കങ്ങൾ ഉപയോഗിച്ചിരുന്നില്ല എന്നും പറയുന്നു. നമുക്ക് ദൃശ്യങ്ങളിലും വ്യക്തമാണ്, നേരത്തെ തന്നെ ഈ പടക്കത്തിന്റെ ഒരു സാന്നിധ്യത്തോടുകൂടിയാണ്, അതിന്റെ ഒരു ശബ്ദത്തിന്റെ പിന്തുണയോടുകൂടിയാണ് ആനകൾ വരുന്നത്. ക്ഷേത്രം ഭാരവാഹികൾ പൂർണ്ണമായും ഈ പറയുന്നത് ആനയുടെ ഭാഗത്തു നിന്നുള്ള ഒരു കുഴപ്പമാണ്. ഈ പീതാംബരൻ എന്ന ആനയ്ക്ക് നേരത്തെയും മറ്റ് ആനകളെ കുത്തിയുള്ള ഒരു പരിചയമുള്ള ആനയാണ്. അതുകൊണ്ട് ആനയുടെ ഭാഗത്തു നിന്നാണ് പൂർണ്ണമായും ആ പിഴവ്. ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ ആനയാണ്, ഫിറ്റ്നസ് ഒക്കെ ഉറപ്പുവരുത്തി ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റോട് കൂടിയാണ് എത്തിച്ചത്. ഒപ്പം ഇടച്ചങ്ങല ഇല്ലായിരുന്നു എന്നൊക്കെയുള്ള ചില കണ്ടെത്തലുകൾ, ഈ നാട്ടാന പരിപാലന നിയമം ലംഘിച്ചു എന്നൊക്കെ വനംവകുപ്പിന്റെ കണ്ടെത്തലുണ്ട്. പക്ഷേ അക്കാര്യങ്ങളിലൊക്കെ ഇടച്ചങ്ങലയൊക്കെ ഉറപ്പുവരുത്തേണ്ടത് ഈ പാപ്പാന്മാരാണ്. അവരാണ് ആനയുടെ സംരക്ഷണ ചുമതല പൂർണ്ണമായിട്ടും നിർവഹിക്കേണ്ടത്. മറ്റു കാര്യങ്ങളൊക്കെ അവർ പറയുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നത് മാത്രമാണ് ഈ ക്ഷേത്ര ഭാരവാഹികൾക്ക് ചെയ്യാൻ കഴിയൂ എന്ന് പറയുന്നു. ഒപ്പം ഈ ക്ഷേത്രത്തിലെ 2 പരദേവതയുടെയും ഭഗവതിയുടെയും നടയ്ക്ക് മുന്നിലായി കൃത്യമായൊരു ദൂരം ഈ ആനകൾ തമ്മിൽ ഉണ്ടായിരുന്നു. ഒപ്പം ആനകളും ജനങ്ങളും തമ്മിലും കൃത്യമായൊരു അകലം പാലിച്ചിരുന്നു. ഇത് പ്രദക്ഷിണത്തിനായി ഈ പ്രദക്ഷിണ വഴിയിലൂടെ തിരിഞ്ഞപ്പോഴാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടാവുകയും ചെയ്തത്. അതുകൊണ്ട് ക്ഷേത്ര ഭാരവാഹികൾ തങ്ങളുടെ ഭാഗത്ത് യാതൊരു പിഴവുമില്ല, കൃത്യമായ ചട്ടങ്ങൾ പാലിച്ചാണ്, ഉത്സവത്തിന് ഇൻഷുറൻസ് വരെ ഏർപ്പെടുത്തിയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് എന്നാണ് അവർ വ്യക്തമാക്കുന്നത്. എന്തായാലും മന്ത്രിയോട് നേരിട്ട് തന്നെ അവർ ഇക്കാര്യങ്ങൾ അറിയിക്കും. കാരണം ഉദ്യോഗസ്ഥ തലത്തിലെ അന്വേഷണത്തിന്റെ ഒരു പ്രാഥമിക റിപ്പോർട്ടാണ് പോയിരിക്കുന്നത്. അതേക്കുറിച്ചുള്ള വളരെ വിശദമായ അന്വേഷണങ്ങൾ വരാൻ ഇരിക്കുന്നതേ ഉള്ളൂ. അക്കാര്യത്തിൽ തങ്ങളുടെ നിരപരാധിത്വം തെളിയിക്കാൻ കഴിയും എന്ന ഒരു പ്രതീക്ഷയാണുള്ളത്. എന്തായാലും മന്ത്രി അല്പസമയത്തിനകം ഇവിടെ എത്തും. ഈ ക്ഷേത്രത്തോട് ചേർന്ന് തന്നെയാണ് ഈ മരിച്ച 3 പേരുടെയും വീടുകൾ. അവിടെയും മന്ത്രി സന്ദർശനം നടത്തും. നമുക്ക് ക്ഷേത്രത്തിന്റെ ഈ ഭാരവാഹികൾ അടക്കമുള്ള ആളുകളൊക്കെ ഒരുപക്ഷെ ഇവിടെ ഉണ്ട്. നമുക്ക് അവരോടൊന്ന് സംസാരിക്കാൻ കഴിയുമോ നോക്കാം. നമുക്ക് അവരോട് ചോദിക്കാം. കാരണം ഈ എന്താണ് അവർക്ക് പറയാനുള്ളത്? ഇന്നലെയൊക്കെ നിറഞ്ഞു നിന്നതാണ്. മന്ത്രി വരുമെന്നാണ് പറയുന്നത്. ഭാരവാഹികൾ ക്ഷേത്ര ഭാരവാഹികൾ എത്തിയിട്ടില്ല, അല്പസമയത്തിനകം എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മന്ത്രി ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ഇവിടേക്ക് എത്തിച്ചേരും. ശ്രീജ, അനീഷ, ഈ പ്രദേശവാസികളൊക്കെ വലിയ ഞെട്ടലിലായിരുന്നു. കാരണം വലിയ ആഘോഷമായി നടക്കേണ്ട ഒരു സ്ഥലത്താണ് ഇത്തരത്തിലുള്ള വലിയ ദുരന്തം നടന്നത്. അതിനു പിന്നാലെയാണ് ഇത്തരം ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെ ഉണ്ടാവുന്നതും. ആ ഒരു ഞെട്ടലിൽ നിന്നൊക്കെ അവിടുത്തെ ആളുകൾ മുക്തരായോ? അങ്ങനെ ഒരു അപകടം എങ്ങനെ നടന്നു എന്നത് നാട്ടുകാരെ സംബന്ധിച്ച് ഇപ്പോഴും അവരെ അത് സാധാരണ രീതിയിൽ സംഭവിക്കാത്ത ഒന്നാണ് എന്നൊരു പ്രതീതിയാണോ അവർക്കിടയിലുള്ളത്? തീർച്ചയായും നാട്ടുകാർക്ക് ആ ഞെട്ടലിൽ നിന്നും മുക്തിയിലേക്ക് അവരെത്തിയിട്ടില്ല. കാരണം നമുക്കറിയാം, ഈ വളരെ ഒരു ഗ്രാമപ്രദേശമാണ്, അവിടെ കൃത്യമായി പരിപാലിക്കപ്പെടുന്ന ആളുകളൊക്കെ കൃത്യമായി എത്തുന്ന ഒരു ക്ഷേത്രമാണ്. ഈ ജാതി മത ഭേദങ്ങൾക്കപ്പുറം ഈ ക്ഷേത്രത്തിന്റെ കാര്യങ്ങൾ നോക്കാൻ നാട്ടുകാർ ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഒരു ഇടം കൂടിയാണ്. ഈ വിദേശ സ്ഥലങ്ങളിലൊക്കെ ജോലി നോക്കുന്നവരൊക്കെ പോലും കൃത്യമായി ഈ ക്ഷേത്രോത്സവ സമയത്ത് അവധിയൊക്കെ എടുത്തിവിടെ വന്ന് സമയം ചെലവഴിച്ചു പോകുന്നതാണ്. വലിയ ജനത്തിരക്കുണ്ടാവാറുള്ള ഒരു ക്ഷേത്രം കൂടിയാണ്. ഇതിന്റെ
തൊട്ടടുത്തുള്ള ഒരു ഗ്രൗണ്ടൊക്കെ ആ ഗ്രൗണ്ട് നിറയെ ആളുകൾ എത്തുന്ന ഒരു ക്ഷേത്രോത്സവമാണ്. അതുകൊണ്ട് ഇത്തരം ഒരു ഉത്സവം നടന്നപ്പോൾ ഒരു അനിഷ്ട സംഭവം ഉണ്ടായതിന്റെ ഒരു ആഘാതം നമ്മൾ ഇന്നലെ കണ്ട പല ഭക്തരും പങ്കുവെക്കുകയും ചെയ്തു. എന്തായാലും ഉത്സവം അവസാന ദിവസമായിരുന്നു. തുടർന്ന് പല ചടങ്ങുകളും വലിയ ഗംഭീരമായ വെടിക്കെട്ടടക്കമുള്ള പല കാര്യങ്ങളും നടക്കേണ്ടിയിരുന്നു. അതൊക്കെ വെട്ടിച്ചുരുക്കി ഉത്സവം അവസാനിപ്പിച്ച് നട അടച്ചിരിക്കുകയാണ്. അതിനുശേഷം നട തുറന്നിട്ടില്ല. വിശ്വാസികളൊന്നും ക്ഷേത്രത്തിനുള്ളിലേക്ക് വരുന്ന ഒരു സാഹചര്യവുമില്ല. എന്തായാലും അങ്ങനെയാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. ഉത്സവം ഉപേക്ഷിക്കപ്പെടുന്നു. ഇത്തരം നിയമ നടപടിക്രമങ്ങളിലേക്ക് നീങ്ങുന്നു. അതിലുപരി 3 വിലപ്പെട്ട ജീവനുകൾ പൊലിയുന്നു എന്ന ഒരു സാഹചര്യവുമുണ്ട്. എന്തായാലും കാര്യങ്ങളൊക്കെ ശാസ്ത്രവിധി പ്രകാരമൊക്കെ മുന്നോട്ട് പോകുമെന്നാണ് അധികൃതർ അറിയിക്കുന്നത്. അന്വേഷണം ഒരു വശത്ത് പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട്. ശരി, ഇന്നലെ അപകടത്തിൽ ഇടിഞ്ഞ് കിടക്കുന്ന ആ പ്രദേശങ്ങളൊക്കെ, ആ കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങളൊക്കെ നമുക്ക് കാണാം. അല്പസമയത്തിനകം മന്ത്രി A.K. ശശീന്ദ്രൻ അവിടെ എത്തുന്നുണ്ട്. ഈ ക്ഷേത്ര പരിസരവും ഒപ്പം മരിച്ചവരുടെ വീടുമൊക്കെ മന്ത്രി സന്ദർശിക്കും.